ഞാനൊരു വളരെ ഒരു പിശുക്കനാണ്, അധികമൊന്നും പോയിട്ടുമില്ല. എങ്കിൽ പോയി വീട്ടിൽ പോകാതിരിക്കാൻ നമുക്ക് കാരണം എപ്പോഴും എന്നെ ആവശ്യപ്പെടുമായി. അച്ഛനെ കണ്ടിട്ടില്ല, അച്ഛൻ വിളിച്ച് അത് കേട്ടുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴുള്ള ഗാനങ്ങൾ, എത്രയെത്ര പാട്ടുകളാണ്. അവസാന നിമിഷവും പാടി ഞാൻ ഓർക്കുന്നു, സ്വന്തം സഹോദരൻ കൈവിട്ടെങ്കിലും ഇസ്രായേലിൻ്റെ ദൈവത്തെ കൈവിടുകയില്ല. ഇത്ര ആർദ്രവുമായ സ്നേഹത്തിൻ്റെ വാക്കുകൾ. അമ്മച്ചിയെക്കുറിച്ച് പറയുമ്പോൾ ഈ മക്കൾ രണ്ടുപേരും പെൺമക്കളും സഭയ്ക്ക് വേണ്ടി നിലവണ്ണം സഹായങ്ങൾ നൽകുന്നവരാണ്. സഭയുടെ ആവശ്യങ്ങൾ അറിഞ്ഞവർ സഹായിച്ചു. അതുപോലെ തന്നെ പൂനെ ജോലിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ വീട്ടിലും അമ്മക്കുട്ടിയും ചെയ്യുന്ന അതേ ശുശ്രൂഷ എവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ഈ അമ്മയിൽ നിന്ന് ലഭിച്ചതായ നല്ല ഗുണപാഠങ്ങളാണ്. ബഹുമാനപ്പെട്ട സഞ്ചരിച്ചത് ഓർപ്പിച്ചതുപോലെ അമ്മ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല, പിതാവിൽ നിന്ന് ഒരുപാട് ഉയർന്നയാണ്. അതിൻ്റെ വേദനയും സ്നേഹവും സന്തോഷവും കാര്യങ്ങളും അത് നഷ്ടപ്പെടാം. ഇതൊരു ഭൗതികമായി നഷ്ടമായിട്ടാണ് കരുതണ്ട. വീട്ടിൽ കാണാൻ സാധിക്കും. ഭർത്താവ് രണ്ടാമത് ഞാൻ പലപ്പോഴും പറഞ്ഞ അതീവ സുന്ദരിയായി, വളരെ സുന്ദരിയാണ്, കുറേ കൂടെ സുന്ദരിയാണ്. ഇനിയും കാണാൻ സാധിക്കും. വിശ്വാസത്തിൽ അതുകൊണ്ട് കാണും. അതിനുള്ള അവസരം ഉണ്ടാകുന്നതെന്ന് ആശംസിക്കുകയാണ്. സഭയ്ക്ക് ഇതൊരു ഭൗതികമായ നഷ്ടം തന്നെയാണ്. കാരണം ആ സ്നേഹം അത്രമാത്രം അജാതമായിരുന്നു. അത് അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചിരുന്ന കൃത്യമായ സ്നേഹം അതെല്ലാത്തതും നിർവഹിക്കാൻ സാധിക്കുകയും ഇതെല്ലാം പ്രകടനമാണെന്ന്. പക്ഷേ കുറച്ചു പേരുണ്ട് എറണാകുളത്ത് അവരെ വിസ്മരിക്കാൻ ഒക്കില്ല. അമ്മച്ചയുടെ ജീവിതം സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു സാധനം സ്വീകരിക്കുവാൻ ഇനിയും ഉള്ള നമ്മുടെ സമാജങ്ങൾക്ക് അവസരമാണ്. അത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുമെന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഭയുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഒരു വാർത്ത ഉപസംഹരിക്കുന്നു. ഇപ്പോൾ ഗായകരംഗം 86-ാം കീർത്തനത്തിന്റെ 1-ാമത്തെ ശരണം പാടുന്നതും അതിനുശേഷം അഭിനന്ദ തോമസ് ശ്യാമത്തിന് വേണ്ടി ആശ്വാസവാക്കുകൾ പറയുകയും ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നതാണ്. കർത്താവ് പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. നമ്മെ വിട്ട നിത്യ അസ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച ഈ പ്രിയ മാതാവിൻ്റെ ദേഹോപയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. ആശ്വാസദായകനായ കർത്താവ്
സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞാലില്ല നല്ല വാക്കുകൾ, ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. അനേക ജീവിതങ്ങളെ സ്പർശിക്കുവാൻ, സ്വാധീനിക്കുവാൻ പ്രിയ മാതാവിന് കഴിഞ്ഞു എന്നുള്ളത് പലരുടെയും സാക്ഷ്യത്തിലൂടെ നാം കേട്ടല്ലോ. ഒരു നല്ല ഈശ്വര വിശ്വാസിയായി, നല്ല മാതാവായി, നല്ല സഭാംഗമായി, കർത്താവിനെ സ്നേഹിച്ച് മറ്റുള്ളവരെ കരുതി ജീവിച്ച ഏറ്റവും ധന്യമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു പ്രിയ മാതാവ്. ആ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം അർപ്പിക്കുന്നു. മരണം ജീവിതത്തിൻ്റെ അവസാനം അല്ലല്ലോ, മരണത്തിനപ്പുറമായിട്ടുള്ളൊരു ജീവിതം ഉണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ആ നിത്യമായ ജീവിതം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള മനോഹരമായ ജീവിതമാണ്. ഈ പ്രിയ മാതാവിൻ്റെ നല്ല ജീവിത മാതൃകകൾ അനുകരിക്കുവാനും വിശ്വാസത്തിൽ വളരുവാനും നമുക്കും ഇടയാവട്ടെ. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നന്നായി ഓടുവാനും നമുക്കിടയാവട്ടെ. കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ നാം എല്ലാവരും നിത്യഭവനത്തിൽ എത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് മുമ്പായി ഓട്ടം ചോദിച്ച എല്ലാവരെയും ഈ പ്രിയ മാതാവിനെയും നേരിൽ കാണാമെന്നുള്ളത് ഭാഗ്യകരമായ പ്രത്യാശയാണ്. അതുകൊണ്ട് ആ പ്രത്യാശയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിർവഹിക്കാം. വേർപാടിൻ്റെ ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടസഭയിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കർത്താവേ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ. എന്റെ ഭക്തന്മാരുടെ മരണം നീതിമാന്മാർ എന്നേക്കും ജീവിക്കും. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ കയ്യിലാകുന്നു. മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, ഉടമ്പെട്ടുപോകുന്നവരുടെ ആത്മാക്കൾ നിന്നോടുകൂടെ വസിക്കുകയും വിശ്വാസത്താത്മാക്കൾ ശരീരത്തിന് ഭാരം നീക്കപ്പെട്ടതിനു ശേഷം നിന്നോടുകൂടെ ആനന്ദത്തിലും ഭാഗ്യത്തിലും ഇരിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിനെ പാപലോകത്തിന്റെ അരിഷ്ടത്തിൽ നിന്ന് വിളിപ്പാൻ ഇഷ്ടം തോന്നിയിരിക്കുന്നുണ്ട്. ഞങ്ങൾ കുറവായ സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിലുള്ള സത്യവിശ്വാസത്തിൽ മരിച്ചവരെല്ലാവരോടും കൂടി ആത്മാവിലും ശരീരത്തിലും മൊത്തത്തിൽ സർവസമ്പൂർണതയിൽ മോക്ഷവും അനുഭവിക്കണമെന്ന് നീ തെരഞ്ഞെടുത്തുള്ള സംഖ്യയെ ശീഘ്രം തിരിച്ച് നിന്റെ രാജ്യത്തെ വരുത്തുവാൻ കരുണയുള്ള നന്മോട് ഇഷ്ടം തോന്നണമെന്ന് കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന കർത്താവായ യേശുമിശിഹായുടെ പിതാവേ, അവനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നവനിൽ വിശ്വസിക്കുന്നവരാരും എന്നേക്കുമായി മരിക്കുകയില്ലല്ലോ. അവനിൽ ഉറങ്ങുന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ ദുഃഖിക്കരുതെന്ന് അവൻ തന്റെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിച്ചുവല്ലോ. പിതാവേ, ഞങ്ങൾ ഈ ആയുസ്സിനെ വിട്ടുപോകുമ്പോൾ ഞങ്ങളുടെ ഈ മാതാവ് അനുഭവിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ആശയുള്ള പ്രകാരം കർത്താവിൽ ഞങ്ങളും നിത്യാസ്വസ്ഥത അനുഭവിക്കുമാറാകേണ്ടതിനും ഒടുക്കത്തെ ദിവസത്തിലെ പൊതിലുള്ള പുനരുദ്ധാനത്തിങ്കൽ ഞങ്ങൾ നിന്റെ മുമ്പാകെ പ്രിയമുള്ളവരായി കാണപ്പെടുമാറാകേണ്ടതിനും അന്ന് അതിന്റെ ഇഷ്ടപുത്രൻ നിന്നെ സ്നേഹിച്ച് ഭയപ്പെടുന്നവരോടെല്ലാവരോടും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വൈദ്യങ്ങളെ വരികയും ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളിയെന്ന് അരുളി ചെയ്യുന്നു. അനുഗ്രഹം ഞങ്ങൾക്കും ലഭിക്കുമാറാകേണ്ടതിനും പാപമരണത്തിൽ നിന്ന് നീതിയുടെ ജീവനിലേക്ക് ഞങ്ങളെ ഉയർപ്പിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു.
കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ മധ്യസ്ഥനും രക്ഷിതാവുമായ യേശു മശിഹ മൂലം ഇതിനെ നൽകണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെ ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ അവൻ സർവ്വലോകവും പിതാവിനെപ്പെട്ടവൻ ദൈവത്തിന്റെ ദൈവം അവൻ നമ്മുടെ പ്രകൃതി അറിയുമല്ലോ. നാം പൊടിയുന്ന ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു. എപ്പോൾ അവൻ പോകുന്നു. കാറ്റിന്മേൽ അടിക്കുമ്പോഴില്ലാതെ പോകും. ഒരു സ്ഥലം തന്നെ അറിയുകയില്ല. യഹോവയുടെ ദൈവം നയിക്കും. അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. നിത്യനും അമർത്യതയുള്ളവനും അതിശയനുമായിരിക്കുന്ന രാജാവായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകജ്ഞാനിയായ ദൈവത്തിന് ബഹുമാനം മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെ അനുദിനം ധൈര്യപ്പെടുത്തി ജീവാവസാനം വരെയും ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷിയായിരിക്കുവാൻ കൃപ നൽകുമാറാകട്ടെ. ദേവാലയത്തിൽ ശുശ്രൂഷ സമാപിക്കുകയാണ്. ശരിയെന്ന് നമ്മൾ ശിവനിലേക്ക് കൊണ്ടുപോകും. എല്ലാവരും ശുശ്രൂഷ പങ്കെടുക്കുക. ഗായകസംഘം ഇപ്പോൾ 200 ആമേൻ.
പൊഴിഞ്ഞു പോകുന്നൊരു നിഴൽ പോലെ ഓടിപ്പോകുന്നു, ഒരു സ്ഥിതിയിൽ തന്നെ നിൽക്കുന്നതുമില്ല. ജീവനോടിരിക്കുമ്പോഴും ഞങ്ങൾ മരണത്തിലിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ന്യായമായി കോപിച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നിൽ നിന്നല്ലാതെ പിന്നെ ആരിൽ നിന്നും സഹായം അന്വേഷിക്കേണ്ടു. എങ്കിലും മഹാപരിശുദ്ധാദൈവമായ കർത്താവേ, മഹാശക്തിയുള്ള കർത്താവേ, പരിശുദ്ധതയും മഹാകരുണയുള്ള രക്ഷിതാവേ, നിത്യമരണത്തിന്റെ കൈപ്പായ വേദനകളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുത്. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ രഹസ്യങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കരുണയുള്ള ചെവികൾ അടച്ചു കളയരുത്. എന്നാൽ ഞങ്ങളോട് കനിവുണ്ടാകണമേ. മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തിയുള്ള ദൈവമേ, പരിശുദ്ധതയും കരുണയുള്ള രക്ഷിതാവേ, മഹായോഗ്യനും നിത്യനുമായ വിധി കർത്താവേ, ഞങ്ങളുടെ ഒടുക്കത്തെ നാഴികയിൽ ഞങ്ങൾ യാതൊരു മരണവേദന കൊണ്ടും നിങ്ങൾ നിന്ന് പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുതേ. ശവക്കലറിലെ വിശ്രമത്താൽ ശവക്കുഴിയതിന് ജനങ്ങൾക്ക് പ്രത്യാശ കിടക്കിയ ശുദ്ധിയേറ്റ കർത്താവായ യേശു ക്രിസ്തുവേ, പുനരുദ്ധാനവും ജീവനുമായിരിക്കുന്നതിൽ നിന്റെ ദാസി സ്വസ്ഥ അനുഭവിക്കുന്ന വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി അവരുടെ ശരീരത്തിന് വിശ്രമ സ്ഥലമായി തീരുവാൻ കൃപയറണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മുഖം മൂടാം, വൃത്തിയടക്കാം. ആ പില്ല് എടുത്തിട്ട് രണ്ടുപേരും കൂടെ ചേർത്ത് വെച്ചാലും അതിങ്ങ് താഴോട്ടിട്ട് രണ്ടുപേരും
ഒരുമിച്ചിട്ട് രണ്ടുപേരും കൂടെ ലാലു കൈമാറ്റി ലാലു ഇച്ചൊന്നും മാറിയില്ല. ലാലു സൈഡ് ലാലു ഓക്കെ ഈ സൈഡ് ചുറ്റു വെച്ചു. അടപ്പടയ്ക്ക നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചുപോയ നമ്മുടെ പ്രിയ മാതാവിന്റെ ആത്മാവിനെ തന്റെ അടുക്കിലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തന്നെ മഹാകരുണ കൊണ്ട് ഇഷ്ടം തോന്നിയിരിക്കാൽ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിന്റെ വ്യാപാര ശക്തിയുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ ഇതിന്റെ മഹത്വമുള്ള ശരീരത്തോടെ രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹാ മൂലം നിത്യജീവങ്കിലേക്ക് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള നിശ്ചയവും ഉറപ്പുള്ള പ്രത്യാശയും കൊണ്ട് നാമുള്ള ശരീരത്തെ മണ്ണിന് മണ്ണായി ചാരത്തിന് ചാരമായി പൂഴിക്ക് പൂഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ആത്മാവ് പറയുന്നു. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ മശിഹായുടെ ജ്ഞാന ശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്നെ മായം കൂടാതെ സ്നേഹിക്കുന്നവർക്കായിട്ട് നീ ഒരുക്കിയിട്ടുള്ള പറഞ്ഞു തീരാത്ത ആനന്ദങ്ങളിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ സകല സുഹൃതവും ദൈവഭക്തിയുമുള്ള നടപ്പിൽ നിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗമിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മൂലം കൃപ അരുളേണമേ. സകല മനുഷ്യരുടെയും പിതാവായ നിത്യദൈവമേ, സർവ്വലോകത്തിന്റെയും ആവശ്യങ്ങളെ ഞങ്ങളെങ്കിൽ പരമേൽപ്പിക്കുന്നു. ദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ഭിന്നിച്ചിരിക്കുന്നിടത്ത് ക്ഷമയും, ആശ്രയമില്ലാതിരിക്കുന്നിടത്ത് വിശ്വാസവും, ദുഃഖിക്കുന്നിടത്ത് പ്രത്യാശയും, അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും നൽകണമെന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷിതാവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശു മിശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്കിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശു മിശിഹായുടെ ശക്തി നിങ്ങളെ അവന്റെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശു മിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. സമാധാനത്തോടെ പോകുകയും
ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത അഭിനന്ദിയ തോമസ് ശമൽത്തിനിയോടും നന്ദിരായ പട്ടക്കാരോടും മറ്റെല്ലാ വിശ്വാസികളോടും പ്രത്യേകമായ നന്ദിയും സ്നേഹവും സെന്റ് പോൾസ് സഭയുടെ നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും റിഫ്രഷ്മെന്റ് ക്രമീകരിച്ചിട്ടുണ്ട്. വർക്കില്ല ശരിയുടെ അമ്മായിനെ കൊണ്ടുവന്നാക്കി എല്ലാവരും